നമസ്കാരം. നാടൻ രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് പുളിഞ്ചി അല്ലെങ്കിൽ ഇഞ്ചിപ്പുളി. ആവശ്യമായ സാധനങ്ങൾ: ഇഞ്ചി 50 ഗ്രാം, പച്ചമുളക് 50 ഗ്രാം, കറിവേപ്പില, പുളി 100 ഗ്രാം, മുളക് പൊടി 2 സ്പൂൺ, മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, ജീരകം 1 സ്പൂണ്, ഉലുവ, ചുക്ക് 2 അച്ച്, വെല്ലം, വറുത്തിടാൻ കടുക്, ഉലുവ, മുളക്, കറിവേപ്പില. നമ്മൾ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കടുകിടുക, ഉലുവയിടുക, കടുക് പൊട്ടുന്നവരെ നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിലേക്ക് വറുത്തിടുന്ന മുളക് ഇടുക. മുളക് പൊട്ടിച്ചിട്ടു, കറിവേപ്പില ഇട്ടു, നന്നായി മൂപ്പിക്കുക. നല്ല മണം വരുന്നുണ്ട്. നമ്മളതിലേക്ക് നേരത്തെ എടുത്തു വെച്ച ഇഞ്ചി ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്, അതിട്ട് നന്നായി വഴറ്റുന്നു. അതിലേക്ക് തന്നെ പച്ചമുളക് ഇടുന്നു. രണ്ടും കൂടി പച്ചമണം പോകുന്നവരെ വഴറ്റിക്കൊണ്ടേയിരിക്കുക. മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് വീണ്ടും വഴറ്റുക. നന്നായി വഴറ്റി വരുമ്പോൾ നമ്മളതിലേക്ക് നേരത്തെ എടുത്തു വെച്ച പുളി വെള്ളത്തിൽ പിഴിയുക. എന്നിട്ട് അതിലേക്ക് ഒഴിക്കുക. നന്നായി തിളയ്ക്കണം. നന്നായി തിളച്ച് പുളിയുടെ പച്ചമണം മാറി കുറുകണം. നന്നായി കുറുക്കി വെള്ളം മുഴുവനും പറ്റുന്നവരെ കുറുക്കിക്കൊണ്ടേയിരിക്കുക. എന്നാൽ മാത്രമേ അത് കൂടുതൽ കാലം നമുക്ക് കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മളതിലേക്ക് നേരത്തെ എടുത്തു വെച്ച ചുക്ക്, ജീരകം എന്നിവ പൊടിച്ച് അതിലേക്ക് ചേർത്ത് കുറുകി വരുമ്പോൾ അത് വാങ്ങി വയ്ക്കാം. അപ്പോൾ പുളിയിഞ്ചി റെഡി. ഉപ്പ് പോരായിരുന്നു, അതുകൊണ്ട് ഞാൻ 1 സ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട്.